നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ലാത്ത ഒരാളാണ് രാജേഷ് മാധവൻ. സുരേഷിന് ഇപ്പോ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുക തിയേറ്ററുകളിൽ. വെൽക്കം രാജേഷ്. താങ്ക് യു. വളരെ സന്തോഷം. ഞാൻ പറയായിരുന്നു, ഒരു കംപ്ലീറ്റ് എന്റർടൈനർ എന്നുള്ള നിലയ്ക്കാണ് എനിക്ക് തോന്നുന്നത് രാജേഷിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് തിയേറ്റർ, ഫിലിം, ഗ്രൂമിംഗ് പീപ്പിൾ, അതൊക്കെ നോക്കുമ്പോൾ ആളുകള് ഒരു പക്ഷേ സ്പിൻ ഓഫ് എന്ന് പറയുമ്പോൾ നാദാൻ കേസ് കൊടുന്റെ ഒരു കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ അതിന്റെ ആ രീതിയിലായിരിക്കും എടുത്തിട്ടുണ്ടാവും. ഞാനും അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നേ. പക്ഷെ അതിന്റെ കുറെ കൂടി ഡയമെൻഷൻസ്, അതിന്റെ പീരിയഡ് വർക്ക് ചെയ്തിട്ടുള്ള രീതി, ഇതൊക്കെ വളരെ ഇംപ്രസീവ് ആണ്. അപ്പൊ അതിനെക്കുറിച്ച് എങ്ങനെയായിരുന്നു അത് കൺസീവ് ചെയ്തത്? ഒരുപക്ഷെ പല ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുള്ളതായിരിക്കാം, ഞാൻ ചിലതൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പൊ അതൊന്ന്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് രാജേഷിനോട് ചോദിക്കാൻ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ രാജേഷ് വർക്ക് ചെയ്യുന്ന ഡയറക്ടേഴ്സിന്റെ ഒപ്പം അതേ വേവ് ലെങ്തില് കാര്യങ്ങളെ കൺസീവ് ചെയ്യുകയും അതിനെ എങ്ങനെ അതിനേക്കാൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ സ്ക്രീനിൽ കൊണ്ടുവരാമെന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം രാജേഷിനോട് ചോദിക്കുന്നത്. അതെ, എനിക്ക് പിന്നെ ഈ ചോദ്യത്തിന് ഞാൻ ഉത്തരം അങ്ങനെ പറഞ്ഞിട്ടില്ല. ആക്ച്വലി പിന്നെ രതീഷ് ചേട്ടന്റെ കോളാണത്. എന്നാലും എന്താ, നമ്മള് സിനിമ ചെയ്യുമ്പോ ഈ ക്യാരക്ടേഴ്സിന്റെ സ്ഥിരം ആൾക്കാർ വിചാരിക്കുന്ന ഒരു രീതിയുണ്ട്. ഒരു റീല് ചെറിയ ഭയങ്കര ഈസി വാച്ച് ആയിട്ടുള്ള ഒരു പ്രേമകഥയായിരുന്നു സുരേഷിന്റെ സുമലതയുടെ. ഒരു റീൽസിലൊക്കെ സ്ക്രോൾ ചെയ്ത് പോകാവുന്ന അത്രയും ഈസി വാച്ച് ആയിരുന്നു അത്. സർ, ഈ സാക്ഷിയെ സ്വീകരിക്കുമ്പോൾ ഞാൻ പറഞ്ഞാണ് പാടില്ല. പാടും സർ, നന്നായി പാടും സർ. ഇറ്റ്സ് വേസ്റ്റിംഗ് അവർ പ്രഷ്യസ് ടൈം സർ. നോ സർ, എൻ്റെ സുരേഷ് ഏട്ടന് 45 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഇവിടെ ഞാനിവിടെ തന്നിട്ടുണ്ട് തെളിവിനായിട്ട്. സാർ ഒന്ന് പരിശോധിക്കണം പ്ലീസ്. പ്രോസിക്യൂഷൻ എക്സിബിറ്റ് നമ്പർ 6. പക്ഷെ ഇത് കുറച്ചുകൂടി കണ്ടന്റ്ഫുൾ ആണ്. സിനിമക്ക് കുറച്ചുകൂടി കണ്ടന്റ്ഫുൾ ആയിട്ടുള്ള ഒരു പിന്നെ രീതിയുണ്ട്. അത് ഈ രതീഷ് ചേട്ടന്റെ ലവ് സ്റ്റോറിയാണ്. ആദ്യത്തെ ഒരു പ്രണയ സിനിമയാണ്. അപ്പൊ പ്രണയ സാമ്രാജ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം ഉണ്ടായിരുന്നെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോ ഈ ആൾക്കാർ സ്വാഭാവികമായി പ്രതീക്ഷിക്കാവുന്ന ഒരു സ്ഥിരം ഒരു പ്രണയ കഥയുടെ ഒരു വിഷ്വൽ നരേറ്റീവ് അല്ലാതെ പിന്നെ രതീഷ് ചേട്ടൻ്റെതായിട്ടുള്ള ആ ടൈപ്പിലുള്ള നർമ്മം ചേർത്ത് കുറച്ച് വലിയ രീതിയിൽ തന്നെ ഒരു പ്രണയ സിനിമ ചെയ്യണം എന്നുള്ള ഉദ്ദേശം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. അത് ആ അർത്ഥത്തിൽ അത് വളരെ ചെയ്യാൻ ഉദ്ദേശിച്ചത് തന്നെ വന്നിട്ടുണ്ട് എന്നാണ് എനിക്കും തോന്നിയത്. സിനിമയിലെ ഒരു ഡയലോഗാണ് ഇപ്പൊ ഓർമ്മ വരുന്നത്. അതായത് ഓൺലി ബോയ്സ് ആക്ട്, ലെജൻഡ്സ് ഡയറക്ട് എന്ന് പറഞ്ഞ പോലെയാണ്. അതായത് മെനി പീപ്പിൾ ഹാവ് ഡൺ ലവ് സ്റ്റോറി ബട്ട് ദിസ് ഇസ് മൈ വേ ഓഫ് മേക്കിംഗ് ആൻഡ് ലവ് സ്റ്റോറി എന്നുള്ള, ഐ മീൻ അതിന്റെ ഒരു അർത്ഥത്തിൽ മാത്രമല്ല ഇതിന് ഈ ടൈം ട്രാവൽ സംഭവങ്ങൾ, അതായത് ഡോറിന്റെ ഇപ്പുറത്തുനിന്ന് കടന്ന് അപ്പുറത്തേക്ക് കടക്കുമ്പോൾ ഇത് എങ്ങനെയാ ഇത് കൺസീവ് ചെയ്തത്? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ഷൂട്ട് ചെയ്യുമ്പോൾ പല കാലഘട്ടത്തിൽ ഷൂട്ട് ചെയ്യണമല്ലോ, അതിന്റെ പശ്ചാത്തലമൊക്കെ ആ രീതിയിലാണ്. പക്ഷെ എഡിറ്റിങ്ങിലാണ് ആ സംഭവങ്ങള്, അപ്പൊ അത്രയും ആ രീതിയിൽ മുൻകൂട്ടി കണ്ടിട്ടുണ്ടാവണം. സോ ഹൗ വാസ് ദാറ്റ് കൺസീവ്? അതെ, ഇതെല്ലാം മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് ഇപ്പൊ വന്നിട്ടില്ല. കുറച്ച് ലെങ്ത്, സിനിമയുടെ ലെങ്ത് നമ്മൾ എഡിറ്റ് ചെയ്തിട്ടൊന്ന് കുറച്ചിട്ടുണ്ട് എന്നല്ലാതെ സിനിമ എല്ലാം തീരുമാനിച്ച രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടൊക്കെ ഉള്ളത്. അത് എല്ലാം രതീഷ് ഞങ്ങളും ആ പ്രോസസ്സിൽ ഞങ്ങളും ശരിക്കും വണ്ടറടിച്ച് നിൽക്കുകയായിരുന്നു. ഇത്രയും കാലഘട്ടങ്ങളും ഇതിന്റെ പിന്നെ നോൺ ലീനിയർ സ്വഭാവം, പിന്നെ ഇത്രയധികം എന്താ ശൈലിയുടെ ഉപയോഗങ്ങള്, അപ്പോ എല്ലാം അതിന്റെ ഷോട്ട് ബൈ ഷോട്ട് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു വർക്കായിട്ടാണ് അത് അന്ന് തന്നെ ഉണ്ടായിരുന്നത്. അത് അങ്ങനെ തന്നെ അത് കൺസീവ് ചെയ്തിരുന്നത്. അത് എല്ലാം കൂടി എങ്ങനെയാണ് ആ തലയിലേക്ക് കൂടി പോയതെന്ന് എനിക്കറിയില്ല. ആക്ച്വലി ഈ എഡിറ്റും ഇതൊക്കെ ഇങ്ങനെ തന്നെ മനസ്സിൽ കണ്ടു തന്നെ ഷൂട്ട് ചെയ്തതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. അതെല്ലാം രതീഷ് ചേട്ടനായിരുന്നു അത് പൂർണ്ണമായിട്ടും മനസ്സിലുണ്ടായിരുന്നത്. ഞങ്ങളൊക്കെ ഓരോ ഘട്ടത്തിലും ഇങ്ങനെ ഓരോന്നായി മനസ്സിലാക്കി വരികയായിരുന്നു ശരിക്കും പറഞ്ഞ. അത് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത പ്രോസസ്സാണ്. ഞാൻ ഈ ക്രാഫ്റ്റിനെ ഇത്രയും എൻജോയ് ചെയ്ത വേറൊരു പ്രോസസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല.
ഏത് വേഷം ചെയ്യുമ്പോൾ, ചെറിയ വേഷമാണെങ്കിലും വലിയ വേഷമാണെങ്കിലും അതിന്റെ ഇൻവോൾവ്മെന്റ് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. ഇപ്പൊ കനകങ്കാമിനി ആണെങ്കിലും ആ നോട്ടവും അതിന്റെ എല്ലാവരും പറയണ പോലെ രാജേഷ് മാധവൻ മുഴുവൻ ശരീരം കൊണ്ടാണ് ആക്ട് ചെയ്യണത് എന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ നായക വേഷം ചെയ്യുമ്പോൾ മുൻപ് പല ചെറിയ ഇന്റർവ്യൂസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചില മുഴുവേഷം ചെയ്യാത്ത ആളുകൾ നായകവേഷം ചെയ്യുന്ന സമയത്തൊക്കെ അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, നായകവേഷം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം, വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ളത്. രാജേഷിന് അത് എങ്ങനെയാ തോന്നിയിരുന്നത്? റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. ഞാനൊരു കുഞ്ഞു സിനിമ എന്നുള്ള രീതിയിൽ സുരേഷിനെ അവതരിപ്പിച്ചാൽ മതിയല്ലോ, ഒരു കുഞ്ഞു സിനിമയാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ചെന്ന് കഴിഞ്ഞ് എന്താ ഷൂട്ടിന് കുറച്ചു മുമ്പാണ് നമ്മള് സ്ക്രിപ്റ്റിന്റെ ഓരോരോ ഘട്ടങ്ങളായിട്ട് വായിച്ചു വരുന്നത്. അപ്പോ അപ്പോഴാണ് ഇത് മനസ്സിലായത്, ഇത് അങ്ങനെ ചെയ്താൽ ഇത് അത് തന്നെ വേണം. പക്ഷെ അതിന്റെ ഒരു എനിക്ക് കുറച്ചും കൂടി സാധ്യതയുള്ളൊരു മീറ്ററിൽ ഇത് ചെയ്യണം എന്ന് തോന്നിയിരുന്നു. ഭയങ്കരമായിട്ട് ഞാൻ അതിൽ ആലോചന നടത്തിയിട്ടുണ്ട്. ആക്ച്വലി എന്തും അങ്ങനെ പ്രിപ്പറേഷൻസ് അല്ല, ആലോചന ഉണ്ടായിരുന്നു ഒരു കൃത്യമായിട്ടുള്ള. പിന്നെ സത്യമാണ്, ഒരു മുഴുനീള ഒരു കഥാപാത്രമായിട്ട് ചെയ്യുമ്പോൾ അതിന്റെ ആർക്കൊക്കെ ഇതൊക്കെ ശരിയായി തന്നെ വരണം. പിന്നെ ഇതൊരു എന്റർടൈനർ ആണ്, അപ്പോ എന്റർടൈൻ ചെയ്യുന്നത് ഒരിക്കലും ഇല്ലാതിരിക്കരുത്. അങ്ങനെയൊക്കെയുള്ള കുറെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഞാനത് ആലോചിച്ചിരുന്നു. എനിക്ക് രതീഷേട്ടന്റെ കൂടെ ആയതുകൊണ്ട് അത് എന്റെ ആലോചന എനിക്ക് ഏകദേശം ശരിയാണെന്ന് തോന്നി. ഞാൻ എന്തായാലും ഞാൻ വർക്ക് ചെയ്ത ക്യാരക്ടറുകളിൽ ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു ക്യാരക്ടറാണിത്. തീർച്ചയായിട്ടും ഒരു സംശയമില്ല. മാത്രമല്ല അതിലെ ഒരു ചെറിയ കോണയിൽക്കൂടെ തലകുത്തിയ വീണെങ്കിൽ ഇതിലൊരു വലിയ നിര പടികളിൽ കണ്ണടച്ച് വീണിട്ടുണ്ട്. ഇത് എന്താ പറയാ, സ്വാഭാവികത ഓഫ്കോഴ്സ് ഉണ്ട്. പക്ഷെ ആ സമയത്ത് ഇത് ചെയ്യുന്ന സമയത്ത് ഒരു ആലോചന ഉണ്ടാവില്ല, ഇത് ഏത് പടുകുഴിയിലേക്കാണ് വീഴുന്നത് എന്നുള്ളത്. ഒരു പാവം പെണ്ണിന് കോടതി കയറ്റി നിങ്ങൾ അങ്ങനെ കേസ് ജയിക്കണ്ട. അതെ, സ്വാഭാവികമായിട്ടും ഉണ്ടാവും. നമ്മളൊരു ഒരു ശ്രമം നടത്തുകയാണ്. നമ്മളത് ഭയങ്കര എൻജോയ് ചെയ്ത് അറിഞ്ഞ് തന്നെയാണ് ചെയ്യുന്നത്. എല്ലാ സമയത്തും ടെൻഷൻ ഉണ്ട്, പക്ഷെ രതീഷ് ചേട്ടൻ അപ്പുറത്തുണ്ട്. അപ്പോ ഇത് ഞാൻ എങ്ങനെ ചെയ്യുന്ന രതീഷ് ചേട്ടനും കണ്ടോണ്ടിരിക്കുകയാണല്ലോ. അപ്പോ അതിന് ഒരു ഉത്തരവാദിത്വം എടുക്കുന്ന ഒരു മനുഷ്യൻ അപ്പുറത്തുണ്ട് എന്നുള്ള ധൈര്യത്തിലാണ്, അങ്ങനെ ഒരു ധൈര്യത്തിലാണ് ചെയ്യുന്നത്. പ്രണയം വളരെ സ്ട്രെയിറ്റ് ആണ്. നമുക്കത് എങ്ങനെ ഐഡിയലായിട്ടിരുന്ന് കണ്ടാലും നമുക്കത് ബോധ്യമാവും. സുധീഷ് ചെയ്ത ക്യാരക്ടർ അതും വളരെ രസമായിട്ടുണ്ട്. ആ കാലഘട്ടവും പുള്ളിയുടെ മേക്ക് ഓവറും പെർഫോമൻസും ഒക്കെ അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. അതിന്റെ അപ്പുറത്തേക്ക് പുള്ളി എപ്പോഴും പോലെ ഇതിലും തരുന്നുണ്ട്. സോ ദാറ്റ്സ് വെരി കൺവിൻസിങ്. രണ്ട് കഥാപാത്രങ്ങളെ കുറിച്ച് എനിക്ക് രാജേഷിനോട് ചോദിക്കുന്നത്, കാരണം രാജേഷ് എപ്പോഴും ഒരു ഗ്രൂം ചെയ്യുന്ന ആൾ എന്നുള്ള നിലയ്ക്ക് ഈ കഥാപാത്രങ്ങളുടെ ഒരു ആർക്ക് കണ്ടിട്ടുണ്ട്. ജിനു ചെയ്ത കഥാപാത്രവും ശരണ്യ ചെയ്ത കഥാപാത്രം, ഈ രണ്ട് ക്യാരക്ടേഴ്സിനെ കുറിച്ച് 60 കൊല്ലം മുമ്പ് നടന്നതാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. ഇനി ഇത് 60 കൊല്ലം കഴിഞ്ഞേ നടക്കൂ. എത്രത്തോളം ആലോചനകൾ രതീഷേട്ടന്റെ അതില് മൊത്തമായിട്ടുള്ള വായനയിലുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് ആ നാടകത്തിലെ രണ്ട് മെയിൻ കഥാപാത്രങ്ങളാണ് പുഷ്പാങ്കദനും സദാരാമയാണ് ക്യാരക്ടേഴ്സ്. അപ്പോ അതിന് അവര് വരുന്ന സ്ഥലങ്ങളും അവരെങ്ങനെയാണ് നാടകത്തിലേക്ക് വരുന്നത്, എന്താണ് അവരുടെ സ്വഭാവം, നാടകത്തിലെ ക്യാരക്ടർ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതാണ് ആ ഒരു ലെയറിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതൊരു നമുക്ക് ആദ്യ കാഴ്ചയിൽ സ്ലാപ്സ്റ്റിക് എന്ന് തന്നെ തോന്നുന്ന രീതിയിൽ തന്നെയാണ് ജിൻചേട്ടന്റെ ക്യാരക്ടർ ഉണ്ടായിരുന്നത്. പക്ഷെ ജിൻചേട്ടന്റെ ക്യാരക്ടറിന് അതിൻ്റെതായിട്ടുള്ള ഒരു ജേണി ഉണ്ട് അവസാനം വരെ. അതേപോലെ ചാരുലതയുടെ ക്യാരക്ടറും അങ്ങനെ ആ കുടുംബത്തിലെ ഏറ്റവും ഇളയ സ്ത്രീ ആയിട്ട് അങ്ങനെ അത് കുറച്ചും കൂടി പറയാനുള്ളതും കാണാനുള്ളതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അത് പിന്നെ ആരെങ്കിലും ഒക്കെ കാണുമായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യണത് തന്നെ ആ രീതിയിൽ എന്റർടൈനിങ് ആണ്, രാജേഷ് രീതിയിലൊക്കെ. അപ്പൊ അതിന്റെ സൈഡ് സ്റ്റോറി എന്തെങ്കിലും ഉണ്ടോന്ന് ഉള്ളൊരു കുത്തിത്തിരിപ്പ് ചോദ്യമായിരുന്നു അത്. ആ ക്യാരക്ടറൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്കാണ്. വേണമെന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ വായനകളൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഞാൻ. അത് നോക്കാം, ആൾക്കാർ കണ്ടു തുടങ്ങട്ടെ.
ഒരു കവിത മനസ്സിലാവണമെങ്കിൽ കവിയെ കൂടി മനസ്സിലാവണം എന്ന് പറയുന്ന പോലത്തെ ചെറിയ സംഭവം എനിക്ക് ഇത് കണ്ടപ്പോൾ തോന്നിയിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നമ്മൾ അതിനു വേണ്ടിയുള്ള ഒരു ഇരിപ്പ് ഇരിക്കണം എന്ന് തോന്നണം ഈ സിനിമ ആ രീതിയിൽ ആസ്വദിക്കാനായിട്ട്. നമുക്കത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന അത്ര ഈസി ആയിട്ടുള്ള പ്രണയകഥയാണ്. നമ്മൾ രതീഷേട്ടൻ ഇതിനെ സദാരാമ എന്ന് പറഞ്ഞ നാടകത്തിന്റെ ഒരു ലെയറും കൂടെ അതിന്റെ കൂടെ ചേർത്തിട്ടുണ്ട്. ആ ഗ്രാമം ഇതിന്റെ കൂടെ കൂടുന്നുണ്ട്. അപ്പോ അതും കൂടി കണ്ടിരിക്കുമ്പോഴാണെന്ന് തോന്നുന്നു മറ്റേ കുറച്ചും കൂടി കനമുള്ള സിനിമയാണെന്നത് ഇത്. അങ്ങനെ ഒരു സീരിയസ് ആയിട്ടും ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ കാണാം, അല്ലെങ്കിൽ ഒരു ഈസി വാച്ചിനുള്ള സിനിമയും ഇതിലുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ടൈറ്റിൽ ഒരുപക്ഷെ അത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതായിരിക്കാം. സുരേഷിനും സുമലതയും നമ്മൾ അതിൽ കണ്ടു വളരെ എല്ലാവരും സ്വീകരിച്ചിട്ടുള്ള അത് അത്രത്തോളം ഇഷ്ടത്തോടുകൂടി രണ്ടുപേരുടെയും ആക്ടിങ്ങും നോട്ടവും പെർഫോമൻസസ് ഒക്കെ അംഗീകരിച്ചിട്ടുള്ളതാണ്. അതിന് ഈ ടൈറ്റിലേക്ക് വരുന്ന സംഭവം എങ്ങനെയായിരുന്നു? ഈ രണ്ട് ക്യാരക്ടേഴ്സിന്റെ പേര് എന്തായാലും ടൈറ്റിൽ ഉൾപ്പെടുത്താന്നുള്ളത് അതിന്റെ ആ ക്യാരക്ടേഴ്സിനെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ഹൃദയഹാരിയായ പ്രണയകഥ എന്ന് അത്രയും ആ ഹൃദയഹാരിത്വം വേണം എന്നുള്ള ഒരു അത് രതീഷേട്ടന്റെ തരത്തിലുള്ള ഹൃദയഹാരി ആണ്. രതീഷ് ബാലകൃഷ്ണ പൊതുവാളിന്റെ സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്നാണ് ഇതിന്റെ മൊത്തത്തിലുള്ള ടൈറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ തന്നെയാണ് ശ്രമിച്ചിട്ടുള്ളത്. അതൊരു കുറച്ച് ആ വാക്ക് ഈ കാലത്ത് പ്രയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന ചെറിയ ഒരു തമാശയും എന്നാ അതിന്റെ അക്ഷരാർത്ഥവും എല്ലാം കൂടി ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഈ സിനിമ. പിന്നെ എല്ലാ പേരിലും എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ ഉണ്ടാവാറുണ്ട് രതീഷേട്ടന്റെ സിനിമകളിലെ. ഇതിങ്ങനെ ഇരിക്കട്ടെ. രാജേഷിന്റെ സിനിമ ഒരു ബ്രേക്ക് ഇതിനിടയ്ക്കുള്ള ഒരു ബ്രേക്കിലാണെന്ന് തോന്നുന്നു. സോ അതെപ്പോഴാണ് ഇനി പുനരാരംഭിക്കുന്നത്? ഇത് ഇപ്പം ഷൂട്ട് തുടങ്ങാറായി. ലാസ്റ്റ് ഷെഡ്യൂളാണ്. ഇനി കുറച്ച് ഷൂട്ട് ഡേയ്സ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഷൂട്ട് കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുകയാണ്. പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് ഉടനെ തന്നെ കയറണം. ഈ വർഷം തന്നെ റിലീസ് ചെയ്യണം എന്നാണ് ആഗ്രഹം. ടൈറ്റില് എന്തൊക്കെയോ സൂചിപ്പിക്കുന്നുണ്ട്, പക്ഷെ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും സൂചന തരാൻ പറ്റുമോ? ഒരു പട്ടിയുടെ സർവൈവൽ സ്റ്റോറിയും ഒരു നാട്ടുകാരുടെ ചെറിയൊരു പ്രശ്നത്തിന്റെ കഥയാണ്. രണ്ടും കൂടി ഒരുമിച്ച് പറയുന്നതാണ്. ഓരോ ഘട്ടത്തിലായിട്ട് ഞാൻ അത് പറയാവുന്നത്രയും പറയാം. ഇപ്പൊ എനിക്ക് എത്രത്തോളം പറയാമെന്നുള്ള എനിക്ക് ധാരണയായിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രസകരമായിട്ടുള്ള കോമഡിയാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ. അതെ, കുറച്ച് പുതുമുഖങ്ങളാണ്. കുറച്ച് അധികം പാലക്കാട് നിന്നുള്ള പുതുമുഖങ്ങളുണ്ട്. അത് ആ പാലക്കാട് ഗ്രാമത്തിലാണ് ഷൂട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഒരു സാങ്കല്പികമായിട്ട് നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു ഗ്രാമത്തിലെ കഥയും ആണ്. കാഞ്ഞങ്ങാട് ദേശം നമ്മളെ സിനിമയിലേക്ക് കൊണ്ടുവന്നാൽ തിങ്കളാഴ്ച നിശ്ചയമൊക്കെ നമ്മൾ കാണുമ്പോൾ രാജേഷ് മാധവന്റെ ഇൻവോൾവ്മെന്റും ഓരോ കഥാപാത്രം ഞാൻ പ്രത്യേകിച്ച് പേഴ്സണലി അവരായിട്ട് സംസാരിച്ചുകൊണ്ട് ആ ഗ്രൂമിംഗ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയാണ് അവർ ഇവോൾവ് ആയി വന്നത്, അത് ചിത്രത്തിൽ ക്യാമറ എങ്ങനെ പകർത്തി എന്നൊക്കെയുള്ളതിന്റെ ഏകദേശം ധാരണയുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ പാലക്കാടൻ ഭാഷയും അവിടുത്തെ കഥാപാത്രവും അങ്ങനെ ഒരു ഗ്രൂമിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മള് ഞാനല്ല, അതിന്റെ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് അജയ് വിജയനും സതീഷുമാണ്. അവരാണ് ഇതിന്റെ കാസ്റ്റിംഗ് ചെയ്തിട്ടുള്ളത്. നമ്മുടേതായിട്ടുള്ള ഒരു 3 ദിവസത്തെ ക്യാമ്പും പിന്നെ ചെറിയ ഗ്രൂമിംഗ് സെഷൻസും ഇവര് നടത്തിയിരുന്ന ഗ്രൂമിംഗ് സെഷൻസും ഉണ്ടായിരുന്നു. പിന്നെ ഇത് സിനിമ പോകെയായിരുന്നു അവരുടെ ക്യാരക്ടേഴ്സ് ഒക്കെ ഒന്ന് ഗ്രൂമിങ്ങും കൂടെ അതിന്റെ ഇടയിൽ കൂടെ നടക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു സിനിമയായിരുന്നു അത്. കുറച്ച് ഇംപ്രവൈസ് ചെയ്ത് പോകുന്ന രീതിയിലാണ് ഷൂട്ടൊക്കെ നടത്തിയിട്ടുള്ളത്. എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട, ഭയങ്കര രസകരമായി പെർഫോം ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാർ അതിലുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പുതിയ സംഭവങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവുമല്ലോ, ലൈക്ക് സിനിമ സംവിധാനം, കാരണം സംവിധാനത്തിലേക്കാണല്ലോ ആദ്യം ഉറ്റുനോക്കിയിരുന്നത്. അതിനിടയ്ക്ക് വന്ന കഥാപാത്രങ്ങളൊക്കെ ബോണസ് ആണെന്നാണ് എവിടെയോ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോ അങ്ങനെ പുതിയ വർക്കുകളൊക്കെ ആലോചനയിൽ നടത്തുന്നുണ്ട്. എങ്ങനെയാണ്? ഞാനിപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സിനിമകളെ കുറിച്ച് ഞാൻ പണ്ട് മുതലേ ചിന്തിച്ചുകൊണ്ടായിരുന്ന വർക്കുകളാണ്. ഇപ്പൊ ഈ പെണ്ണും പൊറാട്ടും ആയി കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് വർഷം മുമ്പ് ആലോചിച്ചു തുടങ്ങിയ, ഞങ്ങൾ നിരന്തരം സംസാരിച്ചുകൊണ്ടുണ്ടായിരുന്ന ഒരു സബ്ജക്റ്റ്. അതിപ്പോ ഈ രൂപത്തിലേക്കായി. എനിക്ക് അത് ചെയ്യാം എന്ന് തോന്നി, അതുകൊണ്ട് ഇപ്പൊ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അതെപ്പോ വേണമെങ്കിലും ചെയ്യാവുന്ന സിനിമയായിരുന്നു. പിന്നെ
പിന്നെ ഞാൻ അടുത്തത് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നത് ഷാജിയേട്ടനുമായിട്ട് PV ഷാജികുമാറും ഞാൻ ഇവിടെ എഴുതുന്ന ഒരു സിനിമയാണ്. അപ്പൊ അതും ഓൾറെഡി നമ്മൾ സംസാരിച്ച് പണ്ട് മുതലേ എന്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹിച്ച കഥയാണ് അത്. പിന്നെ ഇപ്പോഴാണ് അതൊക്കെ സംസാരിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ആഗ്രഹമുള്ള 1-2 സിനിമകളുണ്ട്. അപ്പൊ ഞാനിങ്ങനെ നോക്കുകയാണ് ഓരോ കാര്യങ്ങളും ചെയ്ത് ഒന്ന് തെളിഞ്ഞു വരട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു അടുത്ത ഘട്ടത്തിൽ ഒരു സിനിമ, ഇതിനേക്കാളും വലിയ ക്യാൻവാസിൽ ഒരു സിനിമ ചെയ്യണമെന്നാണ് ആഗ്രഹമുള്ളത്. അത് അങ്ങനെയുള്ള ആഗ്രഹങ്ങളുണ്ട്. എനിക്ക് 2-3 സിനിമകൾ എന്റെ മനസ്സിലുണ്ട്. അത് നോക്കാം, ഈ സിനിമ എങ്ങനെ വരുന്നു നോക്കാം, എന്നിട്ട് നമ്മള് അത് ഡിസ്കസ് ചെയ്യാം പതുക്കെ. നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ഞങ്ങളെ പോലെയുള്ള പ്രേക്ഷകര് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതാ വരുന്നു മഹേഷിന്റെ പ്രതികാരം പോലെയുള്ള ആളുകളെ കുറെ കൂടി ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് സൂക്ഷ്മതയുള്ള ഡീറ്റെയിലിംഗ് ഒക്കെ ഉള്ള സിനിമ വരുന്നു. തൊട്ട് പുറകെ തൊണ്ടിമുതൽ വരുന്നു രാജേഷിന്റെ ഓഫ്കോഴ്സ് ഇത് ഔപചാരികമായിട്ട് പഠിച്ചിട്ടുണ്ട്. അതിന്റെ പുറത്ത് ഇത്തരം കാര്യങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഇതാ വരുന്നു തിങ്കളാഴ്ച നിശ്ചയം പോലെ ഈ മതിലിന്റെ അപ്പുറത്തേക്ക് നോക്കുന്നു എന്നുള്ള രീതിയിലുള്ള സിനിമകൾ. ഈ കാലത്തിനനുസരിച്ച് ആളുകളെ, അതായത് ഓഡിയൻസിനെ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് അത്തരം മാറ്റങ്ങൾ വരുന്നുണ്ട്. പുതിയ പഠനങ്ങളൊക്കെ എന്താണ്? എനിക്ക് ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത്, ഒരു സമയത്ത് കണ്ടുകൊണ്ട് പഠിച്ചുകൊണ്ടുണ്ടായിരുന്നതൊക്കെ ഭയങ്കര പുതിയതായിരുന്നു. ഇപ്പൊ എന്താ മറ്റേ നമ്മളിങ്ങനെ എന്താ, ഞാൻ ഈ അഭിനേതാവാവുക എന്ന് പറയുന്നത് മറ്റേ ഞാൻ അങ്ങനെയായിരുന്നു ആദ്യം കണ്ടിരുന്നത്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇപ്പോ ഞാൻ അഭിനയത്തിൽ ഞാൻ ശ്രദ്ധിച്ചിരുന്നു, കുറച്ച് സുരേഷനിൽ ഞാൻ കുറച്ചും കൂടെ ശ്രദ്ധിച്ചിരുന്നു. ഞാൻ അത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു പഠനമൊക്കെ നടത്തിയിട്ടുണ്ട് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ. അല്ലാതെ ബാക്കിയുള്ള ആലോചനകളൊക്കെ ഭയങ്കര കുറഞ്ഞു വന്നു. നമ്മള് ഇങ്ങനെ തിരക്കായി ഇരിക്കരുത് എന്നാണ് എന്റെ ആഗ്രഹം. അത് ഞാൻ ആഗ്രഹിച്ചിട്ട് തിരക്കായതല്ല, അറിയാണ്ട് അങ്ങനെ ആയിപ്പോയതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സിനിമകൾ ചെയ്യുന്നതല്ല, കുറച്ച് സിനിമകളെ ചെയ്യുന്നുള്ളൂ. പക്ഷെ അതിന് കുറച്ച് സമയം എല്ലാറ്റിനും കൊടുക്കണം, വേണം എന്നൊക്കെയുള്ള പോലത്തെ സിനിമകളാണ്. അതുകൊണ്ട് അങ്ങനെ കാര്യമായിട്ട് ഞാൻ എന്താ പഠിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. ഞാൻ എല്ലാവരുടെ അടുത്തുനിന്നും പിന്നെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എല്ലാവരും ഭയങ്കര നല്ല ഡയറക്ടേഴ്സിന്റെ കൂടെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവരിന്നൊക്കെ ആ സമയമൊക്കെ നിറഞ്ഞിരിക്കുന്ന സമയമായിരുന്നു നമ്മള് സ്വയം. ഓഡിയൻസിൽ വരുന്ന അപ്ഡേറ്റ്സിനെ കുറിച്ച് എന്തെങ്കിലും ആലോചനകൾ നടന്നിട്ടുണ്ടോ? ഇല്ല, നമ്മളെ കുറിച്ചിട്ടാണ് ആലോചിക്കുന്നത്. നമ്മളെ ഒരു ഓഡിയനായിട്ട് കണ്ടിട്ട് നമ്മൾക്ക് എന്ത് അപ്ഡേഷൻ ആണ് വേണ്ടത് എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി. അപ്പം എന്താ, നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതില് നമ്മൾ ആലോചിക്കും എന്നെ പോലെ ഒരുപാട് പേരുണ്ട് എന്ന് തന്നെ ആയിരിക്കുമല്ലോ. പിന്നെ അപ്പൊ അവരൊക്കെ നമ്മളെ പോലെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും എന്ന് വിചാരിക്കും. പിന്നെ ഈ സിനിമ അപ്ഡേറ്റ് ചെയ്യപ്പെടേണ്ടതിന്റെ ആലോചന മറ്റേ ഫിലിം മേക്കേഴ്സ് തന്നെയാണ് നടത്തേണ്ടത്. അത് നമ്മള് മറ്റേ എന്താ, ഓഡിയൻസിന് അവരെങ്ങനെയായിരിക്കും ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു എനിക്ക്. അത് നമ്മള് ബോധപൂർവം എല്ലാ സമയത്തും എല്ലായിടത്തും നടന്നുകൊണ്ടുണ്ടായിരുന്ന പ്രക്രിയയാണ്. അത് നടത്തിക്കൊണ്ടിരിക്കണം, അത് നടന്നുകൊണ്ടേയിരിക്കും. എന്തായാലും പുതിയ സിനിമകൾ തന്നെ വരും. കൺവെൻഷണൽ മാതൃകകളിലെ എല്ലാ സിനിമകളും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുതിയ സിനിമകൾ, പരീക്ഷണാത്മക സിനിമകൾ അതിന്റെ കൂട്ടത്തിൽ ഉണ്ടാവും. അതില് മറ്റേ എല്ലാവരും ഒരുമിച്ച് മറ്റേ എല്ലാ തരത്തിലും സാക്ഷരരാക്കാൻ പറ്റും എന്നുള്ള അഭിപ്രായമില്ല. പക്ഷെ സിനിമയ്ക്ക് ഒരു സാക്ഷരത ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോ അത് സ്വാഭാവികമായിട്ടും പതിയെ ആയിക്കഴിഞ്ഞാലും ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കും. അതെല്ലാരും എന്താ, എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അപ്പൊ എനിക്കങ്ങനെ ഇപ്പൊ ഞാൻ ചെയ്യുമോന്ന് എനിക്കറിയില്ല, അതിപ്പോ വേറെ കാര്യമാണ്. പക്ഷെ അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെയാണത്. ഓരോ സിനിമാറ്റിക് എലിമെന്റും ഗംഭീരമാണ്. അഭിനയമാണെങ്കിലും കോസ്റ്റ്യൂം ആണെങ്കിലും പെർഫോമൻസ്, ഓഫ്കോഴ്സ് അഭിനയം പെർഫോമൻസ് ആണെങ്കിലും ഈ കാലഘട്ടത്തിന് കാണിച്ചിട്ടുള്ള രീതിയാണെങ്കിലും ഗാനങ്ങളാണെങ്കിലും ആലോഷ്യെ പോലെയുള്ള ഒരു ഫ്രഷ് വോയിസ് വന്നിട്ട് ആ സോങ് നിങ്ങൾ പുറത്ത് വിട്ടപ്പോൾ തന്നെ അത് ഭയങ്കര കോളുകളൊക്കെ ഉണ്ടായ ഒരു കാര്യമാണ്. ഓരോന്നും ആണ്.
പക്ഷെ സിനിമ ഇൻ ടോട്ടൽ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഒരു സർട്ടൻ ആളുകൾക്ക് അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് പഠിക്കാനുണ്ട്. സർട്ടൻ ആളുകൾ വന്ന് ആ ഒരു മാറ്റം ഉണ്ട്. ഈ സിനിമ ചെയ്ത് തീരുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് വരുന്നുണ്ടോ? അതായത് ഈ കാര്യങ്ങൾ ഏൽക്കും, ഈ കാര്യങ്ങൾ ചിലപ്പോ ഇന്ന ഓഡിയൻസിന് അങ്ങനെ തോന്നൽ വരുന്നുണ്ടോ? നമ്മള് ചെയ്യുന്ന കാര്യങ്ങളിൽ ഇപ്പൊ നമ്മൾ ടോട്ടൽ സിനിമയായിട്ട് ഇത് എങ്ങനെ ആൾക്കാർ കൺസീവ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ നമ്മൾ ആ പരീക്ഷണാത്മകത അവിടെ തന്നെ വെച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഓരോ പ്രോസസ്സിലും നമ്മൾ ആ പ്രോസസ്സിനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ആ എൻജോയ് ചെയ്യുന്നത് അതില് ഒരു സത്യസന്ധത ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എപ്പോഴെങ്കിലും അത് റീഡ് ചെയ്യപ്പെടുമായിരിക്കും. ഞാനതിന്റെ ഓരോ പ്രോസസ്സും ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ചെയ്ത വർക്കാണ് ഇത്. അപ്പോ നമ്മളത് ഇത്രയും ക്രാഫ്റ്റഡ് ആണ്. ക്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി ക്രാഫ്റ്റഡ് ആണ് സിനിമ. അത് അങ്ങനെ ഫുൾ ഓഫ് ചെയ്യുന്നത് ഒരിക്കലും എളുപ്പമായിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് കൃത്യമായിട്ട് വിശ്വസിച്ചിട്ട് തന്നെയാണ് ആ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് റിസപ്ഷന്റെ കാര്യത്തിൽ നമുക്ക് അത് ഏത് അളവ് വരെ എന്നുള്ളത് ഒന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എന്ന് വിചാരിക്കും. പിന്നെ ഞാൻ അതിന് അനുബന്ധമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇപ്പോ സിനിമ എങ്ങനെ വർക്കാവുന്നു എന്നുള്ളതിന് അത് ആദ്യത്തെ ദിവസത്തെ കാഴ്ചകള്, അത് കൂടെയുള്ള പരിപാടികൾ, അതിന്റെ മാർക്കറ്റിംഗ് ഏരിയകളൊക്കെ വേറെ തന്നെ കിടക്കുകയും ചെയ്യാണ്. പിന്നെ ഒരു റീവാച്ചൊക്കെ ആവശ്യപ്പെടുന്ന പിന്നെ ഒരു സിനിമ തന്നെയാണ് സൂസു. അത് എത്രത്തോളം ആൾക്കാർക്ക് പിന്നെ രണ്ടാമത്തെ വാച്ചിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ആൾക്കാർ ആദ്യം കാണുക എന്ന് പറയുന്ന പ്രോസസ്സ് നന്നായിട്ട് നടക്കണം. അപ്പോ അതിലിപ്പോഴും കുറച്ച് ആൾക്കാർ അറിഞ്ഞ് പിന്നെ അങ്ങനെ ഇഷ്ടപ്പെട്ട് ആൾക്കാർക്ക് ഇഷ്ടാവുന്നുണ്ട്, പക്ഷെ ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മൊത്തത്തിൽ കിട്ടുന്ന എനിക്ക് കിട്ടുന്ന റെസ്പോൺസ്. അപ്പൊ അത് ക്ലിയർ ആയി വരുന്ന തോന്നുന്നു. ഇതിന് സമയം എടുക്കുമായിരിക്കും, പക്ഷെ അത് ക്ലിയർ ആയി വരും എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഈ സിനിമയുടെ കാര്യത്തിൽ. അത് തീർത്തും അത് ഇങ്ങനെ തന്നെയുള്ളൊരു സിനിമയാണെന്നുള്ളത് അറിഞ്ഞിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അത് റിസപ്ഷന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് പറ്റിയിട്ടില്ല. ഷോട്ട് ബൈ ഷോട്ട് ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്യാൻ പറയുന്നത് അത്ര എളുപ്പമുള്ള പ്രോസസ് അല്ല. അത് ചിലപ്പോൾ ഭയങ്കര ഹെവി ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കും ആൾക്കാർക്ക്, അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അതൊക്കെ ശരിയാണ്. പക്ഷെ അതിന്റെ പിന്നിലുള്ള വർക്ക് ഭയങ്കര എഫേർട്ടിലാണ്. അതെല്ലാം മേക്കേഴ്സിനും ഒക്കെ മനസ്സിലാവുന്നതാണ്. ഞാൻ സിനിമാ വിദ്യാർത്ഥികൾക്കൊക്കെ അത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ടൈപ്പ് ഓഫ് ക്വർക്കിനെസ്സും ആ ഡയലോഗിന്റെ ഹ്യൂമറും ചിലപ്പോൾ വർക്ക് ആവുന്നില്ലായിരിക്കും. അതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഈ സിനിമയുടെ ക്രാഫ്റ്റ്, ഇതിന്റെ ഒരു ലൈൻ, കഥ പറയുന്ന സ്ട്രക്ചർ എന്താണ്, അതൊരു സിനിമ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എനിക്കത് വർക്കായിട്ടുണ്ട്. നിങ്ങൾക്കും അത് വർക്കാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവർക്കും അത് അങ്ങനത്തെ ഒരു സിനിമയാണ്. അത് എപ്പോഴെങ്കിലും അത് ആൾക്കാർ കാണും. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഈ കൊമേഴ്സ്യൽ ഏരിയ എന്നൊക്കെ മാറ്റി നിർത്താം, തള്ളിക്കളയാൻ ഒക്കെ ആയിരിക്കും. പക്ഷെ ആ ക്രാഫ്റ്റിനെ നമുക്ക് മാറ്റി നിർത്താം. ഞാൻ ആ ക്രാഫ്റ്റിൽ ഞാൻ ഇംപ്രസ്ഡ് ആണ്. അപ്പൊ എന്നെ പോലെ കുറച്ച് ആൾക്കാർ എന്തായാലും ഉണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ആ ആൾക്കാർ കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്. അത് ആ സിനിമാ സാക്ഷരതയിൽ, ഞാൻ പറയുന്ന സിനിമാ സാക്ഷരതയുടെ കാര്യത്തിൽ ഈ കാഴ്ചയും കൂടി ഉൾപ്പെടണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓർമ്മയുണ്ടാ? ഞാൻ പറഞ്ഞു വെള്ളയപ്പ് മുട്ട റോസ്റ്റ്. എന്തായാലും വളരെ സന്തോഷം രാജേഷ്. ഞാൻ 10 മിനിറ്റ് ചോദിച്ചിട്ട് എന്താ പറയാ കാട് കയറി. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ് ഫോർ സൂസു. പെണ്ണും പൊറാട്ടും ഇനി വരാനിരിക്കുന്ന അത്ഭുതങ്ങൾക്കും എല്ലാ ആശംസകളും. താങ്ക് യു.